ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഷോളിൻ്റെ അഗ്രഭാഗം റോൾഡ് ഹെമ്മിങ് ഫൂട്ടായിട്ടുള്ള ഈ ഒരു ഫൂട്ട് ഇട്ടിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്ന്. ഉഷ ജനുമിയുടെ അല്ലുവർ DLX ടേബിൾ ടോപ്പ് മെഷീനാണ് ഇത്. നോർമൽ ഫൂട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രഷർ ഫൂട്ട്, അതായത് റോൾഡ് ഹെമ്മിങ് ചെയ്യുന്ന പ്രഷർ ഫൂട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ പ്രഷർ ഫൂട്ട് ഈ മെഷീൻ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ലഭ്യമാവും. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനും സാധ്യമാവും. ഷോളിൻ്റെ അഗ്രഭാഗം ഇതുപോലെ റോൾ ഹെം ചെയ്യാനായി നമ്മൾ സെലക്ടർ സിയിലും ലെങ്ത് 2ലും ഇടുന്നതാണ് നല്ലത്. സി എന്ന് പറയുന്നത് ഈ ഒരു മെഷീനിൽ സിഗ്സാഗ് സ്റ്റിച്ചാണ്. അഗ്രഭാഗം റോൾ ഹെം ചെയ്യുന്നതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഷോളിന്റെ അറ്റമൊന്ന് അടിക്കേണ്ടുന്ന ഭാഗം ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുക്കുമ്പോൾ എക്സ്ട്രാ ഉള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കണം. നൂല് തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വെട്ടി നേരെയാക്കി കൊടുക്കണം. ഇതുപോലെ ആദ്യ ഭാഗം ഒന്ന് മടക്കി ഈ ഒരു പ്രഷർ ഫൂട്ടിന്റെ ഉള്ളിലായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പ്രഷർ ഫൂട്ടിന്റെ ഉള്ളിലേക്ക് തുണി മെല്ലെ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടാവുകയുള്ളൂ. പിന്നീട് വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. സാധാരണ രീതിയിൽ മടക്കി തയ്ക്കാൻ ഇതുപോലെയുള്ള ക്ലോത്തുകൾ സാധ്യമല്ല. മാത്രവുമല്ല ഇത്രത്തോളം ഫിനിഷിംഗിൽ തന്നെ നമുക്ക് ലഭ്യമാവുകയുമില്ല. അതിനാൽ തന്നെ ഈ ഫൂട്ട് വളരെ ഉപയോഗപ്രദമായ ഒന്നാണ്. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കൈ ഇതുപോലെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. തയ്യൽ തുമ്പ് ഒട്ടും കാണാത്ത രൂപത്തിൽ തന്നെ നല്ല വൃത്തിയായിട്ട് റോൾഡ് ആയിട്ട് തന്നെ ഇത് നമുക്ക് ലഭ്യമാവും. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇതുപോലെ പ്രഷർ ഫൂട്ടിന്റെ ഉള്ളിലേക്ക് വെക്കുകയും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒന്ന് മെല്ലെ അമർത്തി പിടിക്കുകയും ചെയ്യുക. പ്രഷർ ഫൂട്ടിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ ഉരുട്ടിയടിക്കാൻ നമുക്ക് സാധ്യമാവുന്നത്. പ്രഷർ ഫൂട്ടിലേക്ക് ഒരുപാട് ക്ലോത്ത് നമ്മൾ കയറ്റി വെക്കരുത്. കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം അളവ് എത്രയാണെന്ന് കിട്ടും. അതുപോലെ തന്നെ ക്ലോത്തിൽ നിന്നുള്ള നൂല് ഇതുപോലെ ഇടക്ക് കയറി വരികയാണെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തുകൊണ്ട് വേണം അടിക്കാൻ. വളരെ സ്മൂത്തായും വളരെ എളുപ്പത്തിലും നമുക്കിത് ചെയ്തു തീർക്കാൻ സാധ്യമാവും. കട്ട് പീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷോളുകൾ ഇതുപോലെ റെഡിമെയ്ഡ് രൂപത്തിലാക്കി എടുക്കാൻ ഇതുകൊണ്ട് വളരെ ഉപയോഗപ്രദമാണ്. കാരണം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയതായിരിക്കും. ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് നിങ്ങൾക്ക് ഗൗണിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഉരുട്ടിയടിക്കുമ്പോഴാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന നൂല് ഇതിന്റെ സെയിം കളർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണുകയും അതുപോലെ തന്നെ കമന്റ് ബിലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കല്ലേ.